അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ എല്ലാ ബോയിംഗ് വിമാനങ്ങളിലും പരിശോധന നടത്താൻ DGCAയുടെ ഉത്തരവ്. വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. പൈലറ്റുമാർക്ക് പിഴവുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും കണ്ടെത്തലുണ്ട്. ബ്ലാക്ക് ബോക്സിന്റെ വിശദ പരിശോധന തുടരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി എസ് ശ്രീനാഥ് ചന്ദ്രൻ അഹമ്മദാബാദിൽ നിന്ന്, ഒപ്പം പരുക്കേറ്റവർ ചികിത്സയിലുള്ള അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ നിന്ന് വിഷ്ണു സുരേഷ് എന്നിവർ തത്സമയം വിശദാംശങ്ങളുമായി. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്ക്. ശ്രീനാഥ്, ഇപ്പോൾ ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്ന തരത്തിലേക്ക് ദേശീയ മാധ്യമങ്ങളെല്ലാം നൽകിക്കഴിഞ്ഞു. കുറച്ച് മുൻപ് തന്നെ ആ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇതിൽ ഓവർലോഡ് എന്നൊരു സാധ്യത തള്ളിക്കളയുന്നു. കാരണം കുറച്ച് സീറ്റുകൾ വേക്കൻ്റായി ഉണ്ടായിരുന്നു എന്ന്. ഒപ്പം തന്നെ പക്ഷിയിടിക്കാനുള്ള സാധ്യത അത് തള്ളിയിരിക്കുന്നു. പൈലറ്റുമാർക്ക് പിഴവ് വരാനുള്ള സാധ്യത അതെല്ലാം തള്ളിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ബ്ലാക്ക് ബോക്സിൻ്റെ പരിശോധന, ഒപ്പം DVR കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വിശദമായി തന്നെ പരിശോധിച്ച് എന്ത് സംഭവിച്ചിരിക്കാം എന്നതിലേക്ക് എത്തുക എന്നത് വളരെ പ്രധാനമാണല്ലോ. 2 എഞ്ചിനും തകരാറുണ്ടായിട്ടുണ്ട് എന്നുള്ള അസ്വാഭാവികത ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ട് വന്നല്ലോ. അനുജ, ഏതായാലും ഇങ്ങനൊരു അപകടത്തിലേക്ക് നയിക്കാനുള്ള സ്വാഭാവികമായി നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന പ്രതിസന്ധികളൊന്നും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വിമാനത്തിന് അത്രയധികം ഒരു കാലപ്പഴക്കം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, വിമാനം പറത്തിയ പൈലറ്റുമാർക്ക് പരിചയക്കുറവില്ല. അവർ ഏതാണ്ട് 8000 മണിക്കൂറിലധികം വിമാനം പറത്തിയിട്ടുമുണ്ട്. ആ പരിചയം അവർക്കുണ്ട്. മാത്രമല്ല, കാലാവസ്ഥ അനുകൂലമായിരുന്നു. ശക്തമായ കാറ്റോ മറ്റോ ഉണ്ടായിരുന്നില്ല. വിസിബിലിറ്റി 6 കിലോമീറ്ററിൽ അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഈ അപകടത്തിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നിർണായകമാണ്. ഇന്നിപ്പോൾ റൂഫ് ടോപ്പിൽ നിന്നാണ്, ഈ കെട്ടിടങ്ങളുടെ അവിടെയുള്ള ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ നിന്നാണ് ഇന്ന് പരിശോധന നടത്തിയപ്പോൾ കിട്ടിയത്. ഈ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ 40ഓളം ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധനയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നതാണ് വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ റൂഫ് ടോപ്പിൽ നിന്ന് കിട്ടിയ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാകും ഇനി എന്തുകൊണ്ട് അപകടം സംഭവിക്കാനുള്ള കാരണം എന്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. 2 എഞ്ചിനുകൾ ഒരുമിച്ച് പ്രവർത്തനരഹിതമായോ എന്നുള്ളൊരു സംശയമാണ് ഏറ്റവും ഒടുവിൽ ബലപ്പെടുന്നത്. ഈ കാര്യത്തിൽ അടക്കമുള്ള വിവരങ്ങൾ ഈ ബ്ലാക്ക് ബോക്സിലുണ്ട്. ഏതായാലും DGCയുടെ പ്രതികരണം കൂടി നമ്മളിപ്പോൾ കണ്ടതാണ്. അവരും ആ തരത്തിൽ വിമാനത്തിൻ്റെ സാങ്കേതിക തകരാർ എന്നുള്ള നിലയിലേക്ക് പ്രാഥമികമായ നിഗമനത്തിൽ എത്തുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ DGCA ഇപ്പോൾ എയർ ഇന്ത്യക്ക് ശക്തമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ സുരക്ഷ ഉറപ്പാക്കാനായി ഇനി വിമാനങ്ങളുടെ പറക്കലിന് മുൻപ് ഈ ബോയിങ് വിമാനങ്ങൾ, ഈ പ്രത്യേകിച്ച് ബോയിങ് 787 ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഡ്രീം ലൈനർ വിമാനങ്ങൾക്കൊക്കെ തന്നെ പ്രത്യേക പരിശോധന ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നടത്തണം. മാത്രമല്ല, ട്രാൻസിറ്റ് ഇൻസ്പെക്ഷനും കൃത്യമായി തന്നെ നടത്തണം. ഫ്ലൈറ്റ് കൺട്രോൾ ഇൻസ്പെക്ഷൻ നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15/6/25 മുതൽ ഇത് നടപ്പാക്കുകയും വേണം. ഫ്യൂവൽ പാരാമീറ്റർ, ഈ പല ഘടകങ്ങൾ പറയുന്നുണ്ട്. എന്തിലൊക്കെ പ്രത്യേകിച്ച് പരിശോധന നടത്തണം എന്നത് എണ്ണി പറയുന്നുണ്ട് ഈ ഉത്തരവിൽ, ഈ നിർദ്ദേശത്തിൽ. ഇൻസ്പെക്ഷൻ ഓഫ് ഫ്യൂവൽ പാരാമീറ്റർ, മോണിറ്ററിംഗ് ആൻഡ് അസോസിയേറ്റഡ് സിസ്റ്റം ചെക്സ് നടത്തണം. അതായത് ഇന്ധന ടാങ്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തനമൊക്കെ തന്നെ പരിശോധിക്കണം. ഇൻസ്പെക്ഷൻ ഓഫ് ക്യാബിൻ എയർ കംപ്രസർ ആൻഡ് അസോസിയേറ്റഡ് സിസ്റ്റം, ഈ ക്യാബിനകത്തെ, വിമാനത്തിനകത്തെ മർദ്ദം ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സിസ്റ്റത്തിൻ്റെ പരിശോധനകൾ. എഞ്ചിൻ കൺട്രോൾ, മൂന്നാമതായി പറയുന്നത് ഇലക്ട്രോണിക് എഞ്ചിൻ കൺട്രോൾ സിസ്റ്റം ടെസ്റ്റാണ്. എഞ്ചിൻ്റെ പ്രവർത്തനം കൃത്യമായി പരിശോധിക്കണം. എഞ്ചിൻ ഫ്യൂവൽ ഡ്രിവൺ ആക്യുവേറ്റർ ഓപ്പറേഷണൽ ടെസ്റ്റ് ആൻഡ് ഓയിൽ സിസ്റ്റം ചെക്ക്, അതും എഞ്ചിനായി ബന്ധപ്പെട്ട പരിശോധനയാണ്. ഹൈഡ്രോളിക് സിസ്റ്റം, ഈ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറുകളുടെ പരിശോധന കൃത്യമായി തന്നെ നടത്തണം. ടേക്ക് ഓഫ് പാരാമീറ്റേഴ്സിൻ്റെ ഒരു റിവ്യൂ, ടേക്ക് ഓഫ് നടന്നതുമായി ബന്ധപ്പെട്ട് ഒരു റിവ്യൂ കൂടി നടത്തണം എന്നും ഈ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ കൃത്യമായി എണ്ണി പറഞ്ഞുകൊണ്ട് വിമാനത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പരിശോധനകൾ, അത് ടേക്ക് ഓഫിന് മുമ്പ് മാത്രമല്ല, ട്രാൻസിറ്റ്, അത് ഇടവേളയ്ക്ക് ശേഷം, ഇപ്പോൾ ദില്ലിയിൽ നിന്നും വരുന്ന വിമാനം മുംബൈയിലെത്തി, അഹമ്മദാബാദിലെത്തി, പിന്നീട് അത് ലണ്ടനിലേക്ക് പോകുമ്പോൾ അവിടെയും എല്ലാ പരിശോധനകളും കർശനമായി തന്നെ നടപ്പാക്കണം എന്നതാണ് ഈ DGCA എയർ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ബോയിങ് 787 വിമാനം കാര്യമായി ഉപയോഗിക്കുന്നത് എയർ ഇന്ത്യയാണ്. മറ്റു വിമാന കമ്പനികളൊക്കെ കൂടുതലായും ഉപയോഗിക്കുന്നത് എയർബസിൻ്റെ കുറച്ചുകൂടി ചെറിയ വിമാനങ്ങളാണ് എന്നറിയാം. അതുകൊണ്ട് എയർ ഇന്ത്യക്ക് കർശനമായ നിർദ്ദേശമാണ് ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ DGCA നൽകുന്നത്. ചുരുക്കത്തിൽ ഒരു എഞ്ചിൻ ഫെയിലിയർ ആണ്, വിമാനത്തിനുള്ള സാങ്കേതിക തകരാറാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് DGCA എത്തി എന്നതാണ് ഈ നിർദ്ദേശം കൂടി പരിഗണിക്കുമ്പോൾ, നേരത്തെ കണ്ട പ്രതികരണം കൂടി പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതെ, 2 എഞ്ചിനും തകരാറുണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനം അത് നേരത്തെ തന്നെ പുറത്തു വന്നതുമാണ്. ഇനി നമ്മൾ പോകുന്നത് വിഷ്ണു സുരേഷിലേക്കാണ്. പരുക്കേറ്റവർ ചികിത്സയിലുള്ള അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്നാണ് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നത്. വിഷ്ണു, മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹം, അതല്ലാത്തതിന് DNA പരിശോധന വേണം. ഒപ്പം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇനിയും കാണാതായ വിദ്യാർത്ഥികളുണ്ട് എന്ന് പറയുന്നു.
എന്താണ് നിലവിൽ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുജ, ഹൃദയഭേദകമായ കാഴ്ചയാണ് സിവിൽ മെഡിക്കൽ കോളേജിൽ നിലവിൽ കാണാൻ സാധിക്കുന്നത്. അത്രയേറെ സങ്കടത്തിലാണ് അവരുടെ ഓരോരുത്തരുടെയും ബന്ധുക്കൾ ഇവിടെ എത്തുന്നത്. പലരും കത്തിക്കരിഞ്ഞ മൃതദേഹം തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. DNA പരിശോധന എല്ലാ മൃതദേഹങ്ങൾക്കും നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പ്രധാനമന്ത്രി ഈ ആശുപത്രിയിൽ എത്തി പരിക്കേറ്റ ആളുകളെ സന്ദർശിച്ചിരുന്നു. അവർക്കെല്ലാം കൃത്യമായ ചികിത്സ ഉറപ്പാക്കണം, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയത്. ഇന്ന് നിലവിൽ ഇവിടെ ഈ ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം ജനപ്രതിനിധികളും എല്ലാവരും ചേർന്നാണ് ഈ അപകടത്തിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്ന നടപടിയാണ് ഏറ്റവും അടിയന്തരമായി നടക്കുക. ഒപ്പം ഈ പരിക്കേറ്റ ആളുകളുടെ കാര്യത്തിൽ ചില ആളുകൾക്കൊക്കെ വളരെ സിവിയർ ആയിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യത്തിലടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കനാൻ ദേശായി വ്യക്തമാക്കിയതനുസരിച്ച് 265 പേരുടെ മൃതദേഹങ്ങൾ ഈ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. പക്ഷേ ഔദ്യോഗികമായ ഒരു കണക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതോടൊപ്പം അത് ഇന്നോ നാളെയോ ഒക്കെയായി ആ കണക്കുകൾ കൃത്യമായി പുറത്തുവിടും. പരിക്കേറ്റ ആളുകളുടെ അടക്കം വിവരങ്ങൾ ആ കണക്കിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൃദയഭേദകമായ കാഴ്ചയാണ്. പലർക്കും ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ അങ്ങിങ്ങായി സങ്കടം തേങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ ആശുപത്രിയിൽ ഉടനീളം ഉള്ളത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ മൃതദേഹം അടക്കമുള്ള കാര്യങ്ങൾ വിട്ടു നൽകുന്നതിന്റെ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഒപ്പം ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി എത്തിയ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അധികം വെച്ച് താമസിപ്പിക്കേണ്ടതില്ല. DNA പരിശോധന ലഭിച്ച ശേഷം ഉടൻ തന്നെ വിട്ടു നൽകാം എന്നുള്ള പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. ഈ പരിക്കേറ്റ ആളുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു വ്യക്തത കുറവ് നിലനിൽക്കുന്നത്. എത്ര ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ പരിക്കിന്റെ ഒരു നില എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അനുജ, അതെ, ഇപ്പോൾ മൃതദേഹം ചിലർ ബന്ധുക്കളൊക്കെ ഏറ്റുവാങ്ങി തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചറിയാൻ പറ്റുന്നവരുടെ മൃതദേഹം, അല്ലാത്തവരുടേത് DNA പരിശോധന തന്നെ വേണം എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ശ്രീനാഥ് ചന്ദ്രൻ, വരുൺ വടശ്ശേരിക്കര, ഒപ്പം VS രാഹുൽ, വിഷ്ണു സുരേഷ് എന്നിവരാണ് അഹമ്മദാബാദിൽ നിന്ന് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.